മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ളൊരു പണ്ഡിതനുണ്ടായിരുന്നു. ആത്മീയതയിൽ പരമകാഷ്ഠയിലെത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ. അദ്ദേഹം ശ്രീനാരായണ ഇന്റർനാഷണൽ മിഷന്റെ ശിവഗിരിയിലെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറുമായിരുന്നു. നാരായണ ഗുരുദേവന്റെ എല്ലാ ഗ്രന്ഥങ്ങളും ഭാഷ്യം എഴുതിയിരിക്കുന്ന ആളാണ് ശ്രീ ബാലകൃഷ്ണൻ നായർ, ജി ബാലകൃഷ്ണൻ നായർ. അദ്ദേഹം ഒരിക്കൽ മലപ്പുറത്ത് തൻ്റെ പഴയ സുഹൃത്ത് ഒരു തിരുമേനിയെ കാണാൻ പോയി. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ആവർത്തിക്കുന്ന വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം നമ്പൂതിരിയെ കാണാൻ പോയി. നമ്പൂതിരി കിടപ്പിലാണ്, പ്രായമായി. ജി ബാലകൃഷ്ണൻ നായർ മരിച്ചിട്ട് ഇപ്പോൾ കുറേ കാലമായി. വാർദ്ധക്യത്തിലാണ് അദ്ദേഹത്തിനെ കാണാൻ പോയത്. ഈ തിരുമേനിയോട് ചോദിച്ചു അത്രേ, ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നുവെന്ന്. കിടപ്പിലാണല്ലേ, സുഖമില്ല അല്ലേ, നടക്കാൻ വയ്യാലേ, ആസ് യൂഷ്വൽ കോൺവെർസേഷൻ. ഈ തിരുമേനി മറിച്ച് തിരിച്ചു പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ബാലകൃഷ്ണ, കുറേ കാലായി ഒരു ദുഃഖമാണ് മനസ്സിലുള്ളത്. 4-ാമത്തെ വയസ്സിൽ ഉപനയനം നടത്തിയതാണ്, പൂണൂലിട്ടതാണ്. അതിനുശേഷം ഇന്ന് വരെ ഇക്കാലം അത്രയും ഗായത്രി മന്ത്ര ആലാപനം മുടങ്ങിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഗായത്രി ജപിക്കാൻ പറ്റണില്ല. കാരണം കുളിക്കാൻ പറ്റണില്ല, നീക്കാനേ വയ്യ. ബാലകൃഷ്ണൻ നായർ ആശ്വസിപ്പിച്ചു, സാരമില്ല, അതൊക്കെ കുഴപ്പമുള്ളതല്ല. ആശ്വസിപ്പിച്ച് ബാലകൃഷ്ണൻ നായർ മടങ്ങി. തിരുവനന്തപുരത്തെ തീർത്ഥവാദ മണ്ഡപത്തിൽ ആരാധ്യനായ ഡോക്ടർ ജി ബാലകൃഷ്ണൻ നായരുടെ ക്ലാസ്സുകൾ പതിവുണ്ട്. ആ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു തിരുമേനിയെ കണ്ടു. എൻ്റെ സഹപ്രവർത്തകനാണ്, സുഹൃത്താണ്. അദ്ദേഹം കിടപ്പിലാണ്, രോഗശയ്യയിൽ കിടക്കാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദുഃഖം എന്ന് പറയുന്നത്, ഗായത്രി മന്ത്രം ജപിക്കാൻ പറ്റണില്ല, കുളിക്കാൻ പറ്റണില്ല, രോഗശയ്യയിലാണെന്നുള്ളൊരു ദുഃഖമാണ് അദ്ദേഹത്തിന്. ഇപ്പൊ കുളിക്കാൻ പറ്റുന്നില്ല, രോഗമുണ്ട്, എഴുന്നേക്കാൻ പറ്റണില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അതിനേക്കാളൊക്കെ അദ്ദേഹത്തിന്റെ ദുഃഖം ഗായത്രി മന്ത്രം ജപിക്കാൻ പറ്റണില്ല എന്നുള്ളതിലാണ്. എന്നിട്ട് ഈ ബാലകൃഷ്ണൻ നായർ ആ സദസ്സിൽ തീർത്ഥവാദ മണ്ഡപത്തിൽ പറഞ്ഞത്, മനുഷ്യന്റെ ദുഃഖം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ആലപിക്കുന്ന, ബുദ്ധിവൈഭവം ലഭിക്കാൻ വേണ്ടി ആലപിക്കുന്ന, നമ്മളെ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗായന്തം ത്രായതേ ഇതി ഗായത്രി, ജപിക്കുന്നവന് സംരക്ഷണം ലഭിക്കുന്നൊരു മന്ത്രമാണ് ഗായത്രി. അത് ആ ഗായത്രി മന്ത്രം ജപിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഒരു മനുഷ്യന് ദുഃഖമായി തീർന്നിരിക്കുകയാണ്. ഏതൊന്നാണോ ദുഃഖമില്ലാതെയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്, അത് തന്നെ ഒരു മനുഷ്യന് ദുഃഖമായി തീർന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വരി പറഞ്ഞു. ഞാൻ ഇനി അതിൻ്റെ വിശകലനത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ശ്ലോകമാണ്, ധർമ്മശാസ്ത്രത്തിലെ ഒരു വരി. സ്വഗ്രാമേ പൂർണ്ണമാചാരം അന്യഗ്രാമേ തദർത്ഥകം പട്ടണേതു തത്പാദം യാത്രേ ബാലാത് ആചരത്തെ. ആചാരങ്ങള് മുറുക്കി പിടിച്ച് ഒരൽപ്പം പോലും തെറ്റാതെ അനുഷ്ഠിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ല. ആചാരങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാകണം, ജീവിതത്തിനൊരു ഭാരമാകരുത്. ആചാരങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാകണം, ഭാരമാകരുത്. ഈ തിരുമേനിക്ക് ആചാരം ഒരു ഭാരമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നേ. ആചാരങ്ങൾ ലോജിക്കലി അനുഷ്ഠിക്കേണ്ടത് സ്വഗ്രാമേ പൂർണ്ണമാചാരം. നമ്മുടെ ഗ്രാമത്തിൽ, ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ കംഫർട്ടബിളായിട്ട് ജീവിക്കുമ്പോൾ, മറ്റ് ഭാരങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ ആചാരങ്ങൾ പൂർണ്ണമായിട്ടും അനുശാസിക്കണം. പൂർണ്ണമായിട്ടും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽക്ക് രാത്രി കിടക്കാൻ പോകുന്നത് വരെയുള്ള ചെറിയ ചെറിയ ആചാരങ്ങൾ, വളരെ കൂടുതലൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ, അത് അനുഷ്ഠിക്കണം. സ്വഗ്രാമേ പൂർണ്ണമാചാരം അന്യഗ്രാമേ തദർത്ഥകം. പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ഗ്രാമങ്ങളിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക്
ആവശ്യത്തിനും മറ്റ് യാത്രയ്ക്കും ഈവൻ താമസത്തിനും പോകുന്ന പതിവുണ്ട്. ഇപ്പൊ സ്വന്തം ഗ്രാമത്തിലെ ആചാരങ്ങൾ പൂർണ്ണമായിട്ടും അനുശാസിക്കണം. മറ്റൊരു ഗ്രാമത്തിലേക്ക് മാറിയാൽ ആകെ അനുഷ്ഠിക്കുന്ന ആചാരങ്ങളുടെ പകുതി മതി. അന്യഗ്രാമേ തദർദ്ധകം പട്ടണേതു തത്പാദം. സിറ്റിയിലാണ്, ടൗണിലൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ കാൽഭാഗം മതി. അപ്പൊ ആചാരങ്ങൾ ജീവിതത്തിന്റെ ഭാരമാകുന്നില്ല. സ്വന്തം ഗ്രാമത്തിൽ പൂർണ്ണമായിട്ടും മറ്റൊരു ഗ്രാമത്തിലേക്ക് താമസം മാറ്റിയാൽ പകുതി, പട്ടണത്തിലാണെങ്കിൽ കാൽഭാഗം. യാത്രയെ ബാലാത് ആചരത്തെ. യാത്രയിലാണെങ്കിൽ ഒരു കുട്ടികൾക്ക് ആചാരങ്ങളില്ല. വേറൊരു പുസ്തകത്തിൽ യാത്രയെ ശൂദ്രാത് ആചരത്തെ ഇതെന്നും പറയുന്നുണ്ട്. ശൂദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ആചാരാനുഷ്ഠാനങ്ങളുടെ ആവശ്യമില്ല. അങ്ങനെയുള്ള വ്യക്തിയെയാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. അത് താഴ്ന്നതോ ഉയർന്നതോ ഒന്നും അല്ല അർത്ഥം. അയാൾ ആ രീതിയിൽ ജീവിക്കുന്ന ആളെന്നുള്ള അർത്ഥമേ ഉള്ളൂ. യാത്രയെ ബാലാത് ആചരത്തെ. ബാലനെ പോലെ യാത്രാവേളയില് ആചാരങ്ങൾ വേണ്ട. ഇതിന്റെ അർത്ഥം എന്താ അറിയാമോ? ഈ ആചാരം അനുഷ്ഠിച്ചില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും, പാപം ഉണ്ടാവും, പുണ്യം കിട്ടില്ല, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല, നരകത്തിലേക്ക് പോകാനേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ധാരണകൾക്കൊന്നും അർത്ഥമില്ല. ഇതൊരു നിരീശ്വരവാദിയുടെ യുക്തിവാദിയുടെ ഭാഷയിലൂടെ ഞാൻ പറയുകയല്ല. നമ്മുടെ പൈതൃകം തന്നെ പറയുന്നത് അതാണ്. ആചാരം എന്ന് പറയുന്നത് ആത്മീയത അതിനകത്ത് ചേർത്തിരിക്കുന്നത് ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഉണ്ടാവാനാണ്. ആത്മീയത ലക്ഷ്യമല്ല. അതാ ആചാരങ്ങളിൽ കുറെ കൂടി ആത്മാർത്ഥത ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അല്പം ആത്മീയത ചേർത്തതാണ്. ബാക്കി മുഴുവനും ആചാരങ്ങള് ശരിക്കും ഭൗതികമായിട്ടുള്ളതാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഈ ക്ലാസ്സിൽ നിങ്ങൾ ഓർമ്മിക്കാനുള്ളത്, ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവനവന്റെ ഗ്രാമത്തില് പൂർണ്ണമായിട്ടും അനുഷ്ഠിക്കണം. മറ്റൊരു ഗ്രാമത്തിലേക്ക് നമ്മൾ താമസം മാറ്റുക, യാത്രയ്ക്ക് പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പകുതി മതി. പട്ടണത്തില്, സിറ്റിയില്, ടൗണില്, ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ കാൽഭാഗം മതി. യാത്രാവേളയിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. യാത്രാവേളയിൽ എന്തെല്ലാം സൗകര്യങ്ങളാണോ കിട്ടുന്നത് അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ഞാൻ ഇന്നലെ വരെ ഇങ്ങനെയൊക്കെ അനുഷ്ഠിച്ചിരുന്നു, ഇന്നും അതുമാതിരി തന്നെ വേണമെന്ന് ബോംബെയിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കും ചെന്നൈയിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ നിർബന്ധം പിടിക്കുകയും വേണ്ട എന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. ആചാരം ജീവിതത്തിന്റെ ഭാരമാകരുത്, ജീവിതത്തിന്റെ ഭാഗമാകണം. ജീവിതത്തിൽ അതൊരു ഭാഗ്യമാകണം. പ്രണാമം, നമസ്കാരം.